ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി 19 അധ്യായം 24 വാക്യം. യഹോവ സോദോമിൻ്റെയും ഗോമോറായുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. സമൃദ്ധിയുടെ പര്യായങ്ങളെന്ന് ഉറപ്പോടെ ഘോഷിച്ചിരുന്ന പട്ടണങ്ങളായിരുന്നു സോദോമും ഗോമോറായും. ഈ രണ്ട് നഗരങ്ങളുടെയും തകർച്ചയാണ് ഇന്നത്തെ ധ്യാന വിഷയം. സിദ്ദീം താഴ്വരയിലുണ്ടായിരുന്ന രണ്ട് പ്രധാന പട്ടണങ്ങളായിരുന്നു സോദോം ഗോമോറ. വേദപുസ്തകത്തിൽ ഈ രണ്ട് പട്ടണങ്ങളെയും ഒന്നിച്ചാണ് പരാമർശിപ്പിക്കപ്പെടുന്നത്. ഏറെക്കാലം ശൂന്യമായി കിടന്നതിനു ശേഷം പിൽക്കാലത്ത് ഈ പട്ടണം ചാവുകടലിലെ ജലത്തിനടിയിലായി എന്നും പറയപ്പെടുന്നു. സമൃദ്ധിയുടെ ഉച്ചകോടിയിൽ നിലനിന്നിരുന്ന പട്ടണത്തിന്റെ അധഃപതനത്തിന് കാരണങ്ങൾ പലതാണ്. എന്നാൽ അതിൽ പ്രധാനമായത് ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു എന്ന്. ഈ പട്ടണങ്ങൾ എന്തുകൊണ്ട് അധഃപതനത്തിന്റെ അവസ്ഥയിലെത്തി എന്നതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, ഭൗതിക സമൃദ്ധിയിൽ ആശ്രയിച്ചവർ. സോദോം ഗോമോറ എന്ന പട്ടണങ്ങളുടെ ഭൗതികമായ സമൃദ്ധിയിൽ ആശ്രയിച്ചവരായിരുന്നു അവിടുത്തെ ജനങ്ങൾ. ഇങ്ങനെ സമൃദ്ധി അവരുടെ ദൈവമായി മാറിയപ്പോൾ സ്രഷ്ടാവായ ദൈവം അവരുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യുന്നു. വസ്തുവകകളുടെയും സമ്പദ് സമൃദ്ധിയുടെയും അടിമകളായി മനുഷ്യർ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരിൽ വിളങ്ങുന്ന ഒരു ഭാവമാണ് നിഗളം എന്നത്. ദൈവത്തെക്കാൾ മുകളിലാണ് തങ്ങൾ എന്ന വിചാരം ഇവരെ ഭരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണെന്ന ചിന്ത അവിടെ ഉടലെടുക്കുന്നു. ഇത്തരം ഇടങ്ങളിലാണ് ദുഷ്ടതയുടെ വിത്തുപാകൽ സംഭവിക്കുന്നത്. ഇവിടെ ലോത്തും കുടുംബവും ആ പട്ടണത്തിലെ ജനങ്ങളും ശാപത്തിന്റെ ഉറവിടമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പട്ടണത്തിന്റെ അധഃപതനത്തിലൂടെ ഭൗതിക സമൃദ്ധിയിൽ ആശ്രയിച്ച് വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും പടുത്തുയർത്തിയതും ക്ഷണികമായ നീർക്കുമിളകൾ പോലെ ആയിത്തീരുന്നു. അങ്ങനെയെങ്കിൽ പിശാചിനെ കൂട്ടുപിടിച്ച് ഉണ്ടാക്കുന്ന ഭൗതിക സമൃദ്ധിയേക്കാൾ 10 മടങ്ങ് വലുതാണ് ദൈവത്തോടൊപ്പം ജീവിക്കുമ്പോഴുണ്ടാകുന്ന ദാരിദ്ര്യം. പ്രിയമുള്ളവരെ, സമൃദ്ധി നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മുടെ സമൃദ്ധിയുടെ ഇടങ്ങളിൽ ദൈവത്തെ മറന്നു പോകുവാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട്, ദുഷ്ടതയുടെ പര്യായമായവർ. അന്നും ഇന്നും എന്നും എക്കാലവും ഈ പട്ടണങ്ങൾ ദുഷ്ടതയുടെ പര്യായമായി നിലനിൽക്കുന്നു. എന്തൊക്കെയാണ് അവരുടെ ദുഷ്ടതകൾ? 1, ദൈവത്തെയും സഹമനുഷ്യരെയും അവർ മറന്നുപോകുന്നു. 2, ദൈവ കൽപ്പന അവർ ലംഘിക്കുന്നു. 3, ഭോഗ ആസക്തിയിൽ അവർ മുഴുകിപ്പോകുന്നു. 4, സഹചരുടെ നന്മ അവർക്കൊരു വിഷയമല്ലാതായി തീരുന്നു. 5, പാപബോധവും അനുതാപവും അവരിൽ നിന്ന് അന്യമായി തീരുന്നു. അടുത്തതായി, ദൈവത്തെ അവർ തീരെ ചെറുതായിട്ട് കാണുന്നു. മാത്രമല്ല, സ്വവർഗ സംഭോഗം അവരുടെ ഏറ്റവും വലിയ ഒരു ദുഷ്ടതയായിരുന്നു. ഇത്തരത്തിൽ ജീവിച്ചതിനാൽ ആ പട്ടണങ്ങളും ആ പട്ടണത്തിലെ ജനങ്ങളും ദുഷ്ടതയുടെ പര്യായമായിട്ട് തീരുന്നു. അതിനാൽ നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതുപോലെ യഹോവ സോദോമിന്റെയും ഗോമോറായുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും അവിടെ വർഷിപ്പിച്ചു എന്ന്. പ്രിയമുള്ളവരെ, സോദോം ഗോമോറ എന്ന ഈ പട്ടണത്തിൽ കണ്ട ദുഷ്ടതയുടെ എന്തെങ്കിലും ഒരംശം നമ്മുടെ ജീവിതത്തിലുണ്ടോ? മറ്റൊരു സോദോമിനെ ഗോമോറയെ തേടി നാം ഇന്ന് അലയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ ദുഷ്ടതയുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്നും അവയെ പറിച്ചെറിയുവാൻ ശ്രമിക്കണം. അങ്ങനെ ദൈവകൃപയുടെ വിത്തുകൾ പാകുവാനും യഥാർത്ഥ അനുതാപത്തിലേക്ക് തിരിയുവാനും സ്രഷ്ടാവായ അഥവാ മഹത്വവാനായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ അനുതാപത്തിലേക്ക് മടങ്ങി വരുവാനും ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദുഷ്ടതയുടെ വേരുകൾ ഞങ്ങളിൽ നിന്ന് അകറ്റി ദൈവകൃപയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.